ഞാനൊരു ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ഫുൾ ഞാൻ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഞാൻ എവിടെയോ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ജോലികൾ ചെയ്ത് തീർക്കാനുള്ള ഒരു വെപ്രാളത്തിൽ ആ ഒരു മൊമെൻറ്റ് ഫുള്ളായിട്ടൊന്ന് സേവർ ചെയ്ത് പോകാനുള്ള ഒരു സമയം പോലും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നി, ശരിക്കും ഞാൻ എന്താണ്, ആരാണ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇതൊന്നും എനിക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പോലും സമയമില്ലാത്ത അത്രയും സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും പിന്നത്തേക്ക് വേണ്ടി അലയൊഴിഞ്ഞ് സമുദ്രസ്നാനം നടത്താമെന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വെക്കരുതെന്നുള്ളത് കുറച്ച് നാളായി എൻ്റെ മനസ്സിലുണ്ട്. ഐ വാണ്ടഡ് ടു ബി എ പ്രസൻറ്റ് മദർ ഫോർ മൈ ചിൽഡ്രൻ. ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാനൊരു പേഴ്സൺ എന്നുള്ള നിലയിൽ ആരാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ദേ വുഡ് ബി ഏബിൾ ടു ആൻസർ. അവർക്ക് ഞാൻ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ കേൾക്കാതെ ഇരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് എന്തായിരുന്നു എൻ്റെ ഡ്രീംസ്, എൻ്റെ വീക്ക്നെസ്സസ് എന്താണ്, എൻ്റെ ഫിയേഴ്സ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത്സ് എന്താണ്, അതൊക്കെ അവർക്ക് അറിയാമെന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഞാൻ മകൾ മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളെ ഒരിക്കലും എൻ്റെ ഡോട്ടേഴ്സ് എന്നുള്ള ഒരു ഫ്രെയിം വർക്കിലല്ലാതെ എനിക്ക് അവരെ ഒരു പേഴ്സൺസ് എന്നുള്ള നിലയിൽ അവരെ പറ്റി അറിയാനൊന്നും എനിക്ക് അതിനൊന്നും ഉള്ള സമയം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് എന്നെ ആവശ്യവും. അപ്പം ഞാൻ കരുതി കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, വായിക്കാൻ ഒക്കെ സമയമെടുക്കാം. അങ്ങനെയൊക്കെ എടുക്കണം എന്നൊരു ചിന്ത എനിക്ക് വന്നു. ഫ്രം വൂം ടു ടൂം നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, ഒരു റിട്ടയർമെൻറ്റ് എടുക്കുന്നു, പിന്നെ ശിഷ്ടകാലം അസുഖത്തിന് മരുന്ന് കഴിച്ച് ജീവിക്കുന്നു. അതെനിക്ക് ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമായിരുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം സേയിങ് ദിസ് ഫ്രം എ പ്ലേസ് ഓഫ് പ്രിവിലേജ്, യെസ്, ബട്ട് സ്റ്റിൽ നമുക്ക് ആ പ്രിവിലേജ് ഉണ്ടെങ്കിൽ പോലും എടുക്കാൻ മെൻ്റലി ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ബട്ട് ഞാൻ ആ റെസ്ട്രിക്ഷനിൽ നിന്ന് വെളിയിൽ വന്ന് ഇറ്റ് ഈസ് ഓക്കെ ടു ടേക്ക് എ ബ്രേക്ക്, ഇറ്റ് ഈസ് ഓക്കെ ടു പോസ് എന്ന് വിചാരിച്ച് എടുത്തതാണ് 180 days ഓഫ് സബാറ്റിക്കൽ ലീവ് എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. ബട്ട് ഞാനതിനൊരു പേർപ്പസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിനൊരു ഫാൻസി പേരൊക്കെ കൊടുത്തതാണ്.